ഇത്തരം പരിപാടികളിലൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ മക്കളുടെയും കൽബിനൊരു വികാസമുണ്ടാകാനും അവരുടെയൊക്കെ ഈമാൻ വർദ്ധിക്കാനും അവസാനം നമുക്ക് ഉപകരിക്കുന്ന നമ്മുടെ കബറരികിൽ വന്ന് അസ്സലാമു അലൈക്കും യാ ഉമ്മി, അസ്സലാമു അലൈക്കും യാ അബി എന്ന് പറയുന്ന ഒരു മക്കളായി കിട്ടാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുമല്ലോ. ഇദാ മാതൽ ഇൻസാൻ ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസ സദഖത്തുൻ ജാരിയ ഔ ഇൽമുൻ യുന്തഫഉ ബിഹി ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. 3 കാര്യങ്ങളാണ് മരിച്ചുപോയാൽ പിന്നെ ബാക്കിയാകുന്നത്. ജാരിയായ സദഖയും ഉപകാരപ്രദമായ ഇൽമും അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനവും. അതുകൊണ്ട് നമ്മുടെ സന്താനങ്ങൾ ഭൗതികമായി നമ്മൾ ആ കാലഘട്ടത്തിനനുസരിച്ചൊക്കെ പഠിപ്പിക്കണമെങ്കിൽ പോലും ധാർമ്മികമായ ബോധം അവർക്ക് നൽകണം. ഇന്ന് മതപരമായ കലാലയങ്ങൾ പഠിക്കുന്ന കുട്ടികൾ പോലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി തീർന്ന വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മതസ്ഥാപനത്തിൽ പഠിക്കുന്നവർ പോലും. അപ്പം നമ്മൾ ആ കാര്യം വളരെ ഗൗരവമായി എടുക്കുകയും നമ്മുടെ മക്കളെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ ഇങ്ങനെയുള്ള ദർസുമായും ദർസ് വിദ്യാർത്ഥികളുമായും ദർസിലെ ഉസ്താദുമായും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ധാരാളം പരിപാടികൾ നടക്കാനുണ്ട്, കുട്ടികളുടെ വിവിധങ്ങളായ പരിപാടികൾ. അതുകൂടി ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നതാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ മുതഅല്ലിമീങ്ങളുടെ അവരുടെയൊക്കെ സർഗവാസന ഉയർത്തിക്കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള വേദികൾ ഉപകരിക്കും. നമ്മുടെ സമാജം പോലെ സമാജത്തിൽ ഉപരി കുറച്ച് നാട്ടുകാരും രക്ഷിതാക്കളെല്ലാം കൂടിയ വേദികളിൽ പ്രസംഗവും പാട്ടും പദ്യവും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ സഭാകമ്പം തീരാനും അത് മുഖേന നമുക്ക് വികാസമുണ്ടാകാനും സാഹിത്യോത്സവം പോലെയുള്ള പരിപാടികളിൽ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കാനും ഇങ്ങനെയുള്ള വേദികൾ ഉപകരിക്കുമെന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടിപ്പരത്തി സംസാരിക്കുകയല്ല. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകളുണ്ട്, നമുക്ക് ചെറിയ നസീഹത്ത് നൽകും. അതിൻ്റെ ശേഷം കുട്ടികളുടെ വിവിധങ്ങളായ പരിപാടികളുണ്ട്. ഉസ്താദിൻ്റെ സാരസമ്പൂർണമായ നസീഹത്തുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോകാവൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യത്താൽ മഹത്തായ ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ ആശംസ ഉഭാഷണം നിർവഹിക്കുന്നു സയ്യിദ് ബാഹിർ ശിഹാബ് തങ്ങൾ കുറ്റിപ്പുറം. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദ് ഇസ്മായിൽ ബാഖവി, ഖാദി കുഞ്ഞാപ്പു മുസ്ലിയാർ, മറ്റ് പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത് ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരുമിച്ചുകൂടെ നമ്മളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബിനുള്ള മഹബത്ത് നമ്മളെ ഖൽബിൽ അള്ളാഹു ഏറ്റിത്തരുമാറാവട്ടെ. ഇനിയും ഒരുപാട് റബ്ബിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ കേട്ടതുപോലെ തന്നെ ലോകത്ത് മുഅ്മിനീങ്ങൾ ഉള്ള എല്ലാ സ്ഥലത്തും
ഇതുപോലെ ചെറുതും വലുതുമായ മദ്ഹിൻ്റെ മജ്ലിസുകൾ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആര് എന്തൊക്കെ പറഞ്ഞാലും എഴുതിയാലും അതൊന്നും മോമിനിയങ്ങൾക്കിടയിൽ വിലപ്പോവുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം മജ്ലിസുകൾ. ഓരോ വർഷവും തൊട്ടടുത്ത വർഷത്തേക്കാൾ വിപുലമായി പരിപാടികൾ ഒരുങ്ങുന്നു എന്നല്ലാതെ ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. അതിൽ നിന്ന് തന്നെ ഹബീബ റസൂലുള്ളാഹിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ആ ഹബീബിനെ മനസ്സിലാക്കുകയും അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് എല്ലാ വിഷയങ്ങളും നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജനനം മുതൽ മരണം വരെയുള്ള നമ്മൾ ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുകയും ഈ രൂപത്തിലൊരു മനുഷ്യൻ ജീവിക്കണമെന്ന് കാണിച്ചു തരുകയും ചെയ്ത് വലിയ മാതൃകയാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മനസ്സിലാക്കുകയും അവിടുത്തെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ മാതൃക പിൻപറ്റി ജീവിക്കാനാണ് ഇത്തരം അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തരുതെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അല്ലാഹു തആല മുത്തുനബിയുടെ മാതൃക പിൻപറ്റി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരുപാട് നമ്മുടെ ഉസ്താദിൻ്റെ പ്രസംഗം അതുപോലെ തന്നെ കുട്ടികൾക്ക് പരിപാടി നടക്കാനുള്ളത് കൊണ്ട് നീട്ടി പറയുന്നില്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടത് ദുആക്കാണ്. ഇന്ന് നമുക്കറിയാം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗസയിലെയും ഫലസ്തീനിലൊക്കെ പ്രിയപ്പെട്ട സഹോദരനും അല്ലാഹു അവർക്ക് സലാമത്തും മോചനവും കൊടുക്കുമാറാവട്ടെ. ആ യഹൂദ നസ്രാക്കൾ അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. നമ്മളൊക്കെ ഒറ്റക്കും കൂട്ടമായിട്ടും ദുആ ചെയ്യേണ്ട അവസരമാണ്. നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതിനപ്പുറമാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ പത്രം വായിക്കുന്നവരാണല്ലോ. ഏതായിരുന്നാലും നമുക്ക് ദുആ ചെയ്യുകയില്ലാതെ നമ്മളെക്കൊണ്ട് മറ്റൊരു രക്ഷയുമില്ല. ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ആയുധം ദുആയാണല്ലോ. എല്ലാ സമയത്തും നമ്മളൊക്കെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ നമ്മുടെ ഗസയിലെയും ഫലസ്തീനിലെയും സഹോദരങ്ങൾക്ക് വേണ്ടി പീഡനം അനുഭവിക്കുന്ന സഹോദരന്മാർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾക്ക് ദുആ ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഏതായിരുന്നാലും നമ്മുടെ ദർസ് മഹീദ് സുന്ന ഇതിന് കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്മാൻ ബാഖി ഉസ്താദ് അവർ, അതുപോലെ തന്നെ അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ, ഈ നാട്ടുകാർ, കമ്മിറ്റി അംഗങ്ങൾ, ഇതിനുവേണ്ടി സഹകരിച്ച് പ്രവർത്തിച്ച നാട്ടിന് വിദേശത്തുമുള്ള എല്ലാ മോമിനിയങ്ങൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് നമ്മൾ അവസാനത്തെ റബീഉൽ അവ്വൽ ആവാതിരിക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് വർഷം ഇതിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ നാട്ടിൽ നിന്നും പരിസരത്തു നിന്നും മരണപ്പെട്ടു പോയ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹുവിൻ്റെ മജ്ലിസിന് സന്തോഷം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു തആല സ്വാലിഹായ മക്കളാക്കി തരുമാറാവട്ടെ. നാഫിയ അൽമിന് അല്ലാഹു വീട്ടി കൊടുക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ചുകൂടിയ നമ്മുടെ ഓരോരുത്തരും മനസ്സിലുള്ള എല്ലാ ഖൈറായ ഉദ്ദേശവും അല്ലാഹു തആല മുത്തനബിൻ്റെ ബർക്കത്ത് കൊണ്ട് പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഇവിടെ നടക്കുന്ന ഈ പരിപാടിയൊക്കെ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവരും ദുആ ചെയ്യുന്ന ദുആ ചെയ്യുന്ന വസിയത്തോടു കൂടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു ഷെയ്ഖുന ഉസ്താദ് ഇസ്മായിൽ വാക്കവി കൊട്ടയ്ക്കൽ. സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിൽ മുഫീന ഹദ അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും
ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സദഖല്ലാഹു മൗലാനൽ അലീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ശാകിരീന ശാഹിദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഭിവന്യരായ സയ്യിദ് ബാഖിർ പാണക്കാട് അവർകളെ, ബഹുമാനപ്പെട്ട ഖാളി കുഞ്ഞാപ്പു ഉസ്താദ് അവർകളെ, സദസ്സിൽ സന്നിഹിതരായ